പോയിക്കാം, ഇനി മുമ്പോട്ട് കയറും. തമിഴ്നാട്ടിലെ ജീവിതമൊക്കെ ഇതൊക്കെ തന്നെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് തങ്കാശിയിലേക്ക് പോകുന്ന തേരി കയറുവാണ്. വണ്ടി കയറുന്നില്ല, നല്ല കയറി വണ്ടിയൊക്കെ ഒരു പക്ഷേ നൂഷിച്ച് വേണം. തങ്കാശിയിലേക്ക് പോകുന്ന റൂട്ടാണ്, കാടും മലയൊക്കെയാണ്. നമ്മളൊരു യാത്രവേളയിലാണ്. ആ ഒരു വാർത്തയായി ബന്ധപ്പെട്ട് ഒരു യാത്രവേളയിൽ പോകുമ്പോഴാണ് ഒരു വീഡിയോ പ്രേക്ഷകർക്കായി തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏത് ഡാമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് സന്തോഷേ? കല്ലട ഡാം. കല്ലട ഡാം കഴിഞ്ഞൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ അടുത്ത് നമ്മൾ കയറിയ മേഖലയാണ്. നല്ല കാടിൻ്റെ നല്ല കൂളിങ്, നല്ല 12 മണി സമയമായി, നല്ല കൂളിംഗ് ഉണ്ട്, ചൂടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കണ്ട. എടുക്കണ്ടേ? മറ്റൊരു കാഴ്ച, മറ്റൊരു കാഴ്ച. 100 കിലോയുണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം. തമിഴ്നാട്ടിലെ ഇതെന്താണെന്ന് അറിയണ്ടേ? പലചരക്കട, മൊബൈൽ പലചരക്കട. തങ്കാശി ക്ഷേത്രം. തങ്കാശി സിറ്റിയാണ് കാണുന്നത്. നമ്മളിപ്പോൾ തങ്കാശിയിലെത്തി. വിജയകാന്തിൻ്റെ പടമൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വിജയകാന്ത്. തമിഴ്നാട്ടിൽ വന്ന വഴിക്കൊരു സംഭവം കാണാം. പാമ്പിനെ നമുക്കിപ്പോൾ കാണാം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴിക്കാണ്, ഞങ്ങൾ തങ്കാശി പോയിട്ട് വന്ന വഴിക്കാണ്. വലയിൽ കുടുങ്ങിയ പാമ്പ് നമുക്കിപ്പം അതൽപ്പം കാണാം. ഇവിടെ ഇപ്പം പോലീസ് വന്നു. ഇവിടെ തമിഴ്നാടിൻ്റെ നമ്മളവിടുത്തെ പോലൊക്കെ തന്നെ പ്രേക്ഷകർ വരുമ്പോൾ ആൾ കൂടി കാഴ്ചക്കാരാണ് ഇപ്പോൾ നമുക്ക് തത്സമയം കാണുന്നത്. തത്സമയം കാണുന്ന കാഴ്ചക്കാരാണ് ഇപ്പോൾ. പാമ്പിനെ കണ്ടു
വലയിൽ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. കൊങ്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇവരുടെ കയ്യിലെ ഭയങ്കര കൊങ്കിയുണ്ട്. കൊങ്കിയാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏത് സ്ഥലമാണ് സാറേ? സ്ഥലം ഫയർഫോഴ്സ് അല്ല, ഈ സ്ഥലം ഏരിയ ഊര് പേര് ചെങ്കോട്ടയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. കെ മീഡിയ നിങ്ങളിലേക്ക് പ്രേക്ഷകരെയും കൂട്ടി പോവുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വലയിൽ കുരുങ്ങിയതാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. വലയിലാണിത് കുരുങ്ങിയിരിക്കുന്നത്. நல்லா வசமா மாட்டேன் சார். பார்த்தாருங்கண்ணா கை உங்க கையில் சம்பவம் சார். நீங்கள் இந்த சைடில் இருக்க மட்டும் இருங்க. அப்படி தீட்டுருவோம். சைடில் இந்த பாம்பு வெளியே தூக்கக்கூடிய அளவுக்கு மட்டும் இருக்கு. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരാണ്. അതിൻ്റെ நல்லா பிடிச்சிருக்கே ராஜா. அதுக்கு அடுத்து வந்து போட்டுருமா? നിരവധി കാഴ്ചക്കാരാണ് ഇവിടെ. തമിഴ്നാട്ടിൽ നമ്മൾ വന്നപ്പോൾ റോഡ് സൈഡിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ. ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പമാണ്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വരുന്ന വഴിക്ക് വലിയൊരു പാമ്പിനെ തന്നെ കാണുന്ന കാഴ്ചയാണ്. ആ കാഴ്ചകളിൽ നിന്നാണ് നമ്മൾ കെ മീഡിയയിലേക്ക് നിങ്ങളെ പ്രേക്ഷകരെയും കൂട്ടി പോകുന്നത്. ഇവിടെ പാമ്പിനെ കണ്ടപ്പോൾ തന്നെ തിങ്ങും തിരിക്കും കൂട്ടി ഇവിടുത്തെ പോലീസ് ഫയർഫോഴ്സ് വന്നെത്തി. അവർ അതിനെ പാമ്പിനെ വലയിൽ കുരുങ്ങിയ പാമ്പിനെ ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയാനുള്ള ശ്രമമാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ചേരുന്നത്. കെ മീഡിയയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.